കേരളം കേൾക്കണം. ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞ വാക്കുകളാണ്, അദ്വൈതത്തിന് കൂട്ടിയതാണ് ഇപ്പോൾ അജിംസ് പറഞ്ഞത്. ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേരളം കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത് കേരളം കേൾക്കുക തന്നെ വേണം. ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേരളത്തോട് പറഞ്ഞതാണ്. അവിടെ നടന്ന പോറ്റിയെക്കുറിച്ച്, പത്മകുമാറിനെക്കുറിച്ച്, വാസുവിനെക്കുറിച്ച്, തന്ത്രിയെക്കുറിച്ച് പറഞ്ഞതാണ്. അത് കേരളം കേൾക്കണം. അത് കേരളം കേൾക്കാൻ വേണ്ടി തന്നെ കാര്യം ജഡ്ജിമാരുടെ പല നിരീക്ഷണങ്ങളും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. പണ്ട് കമാൽ പാഷ അന്ന് ബാർക്കോഴ സമയത്തൊക്കെ ഉന്നയിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റിസുമാരത് വൈകാരികം എന്ന് പറഞ്ഞു. പക്ഷേ ആ നിരീക്ഷണം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എവിടുന്ന് കൂട്ടി എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ശബരിമലയുടെ വിപര്യം ആലോചിക്കുകയാണ്. ഈ ബഹുമാനോട് പി കെ ഗോപൻ വളരെ സ്ത്രീവാദത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആൾ, നിങ്ങൾക്ക് അറിയില്ല, അദ്ദേഹം ഒരു ഗ്രന്ഥകാരനൊക്കെയാണ്. ശബരിമലയുടെ വിപര്യം എവിടെ എത്തി? നവോത്ഥാനം നടപ്പാക്കാൻ പോയ സ്ഥലത്താണ് നമ്മൾ കാണുന്നത്. ആചാരം ലംഘിക്കേണ്ടത് കാര്യം, ചില ആചാരം ലംഘിച്ചാൽ മാത്രമേ സ്വാതന്ത്ര്യം എന്നുള്ളത് അവിടെ നടക്കുന്ന തന്ത്രിയടക്കം നടത്തിയ ലംഘനങ്ങളുടെ ഒരു വലിയ നീണ്ട ചരിത്രത്തിലേക്കാണ് നമ്മൾ 2019 തുടങ്ങി. മാത്രമേ അതിന് മുമ്പുണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്തായാലും നമ്മൾ കാണാം ഈ പാപകർമ്മം, ഈ പാപത്തെ ന്യായീകരിക്കുകയാണ് രണ്ടുപേരും. നീ പാപിയാണ്, ഞാൻ പാപിയാണ്. സത്യം ഒരു മിനിമം ഒരു ഇത് വേണ്ട. ഞാൻ അത്ര വാക്കുകൾ ഉപയോഗിക്കാനൊരു മടിയും ചാനൽ രണ്ടുപേർക്കും. നീ പാപിയാണ്, ഞാൻ പാപിയാണ്. ഇത് കേരളം കണ്ട് നിങ്ങൾ രണ്ടുപേരും ജയിപ്പിച്ച ജനങ്ങളിവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും അവരുടെ അടുത്തേക്ക് പോവുക. ഇപ്പോൾ CPM വീട് വിടാതെ കയറുന്നുണ്ട്. അവിടെ പോയിട്ട് മൗനം അവലംബിക്കുക. ഈ TV കാണുന്ന സാധനം എന്നല്ല, അവിടെ നിങ്ങൾ ഇരിക്കണം. അവിടെ ശബ്ദമായിട്ട് ഇങ്ങനെ പാവങ്ങളെ പോലെ കേട്ടിരിക്കുക. അതാണ് പാർട്ടി കൊടുത്തിട്ട് തോറ്റേ ചിലപ്പോൾ സ്വഭാവം മാറിയിരിക്കും. അപ്പോൾ രണ്ടുപേരും പാവത്തിൽ അപ്പോൾ കൈപ്പെട്ടിരിക്കുക. അല്പം ഒരു ഇത് വേണ്ടേ കേരള ജനങ്ങളോട്, ഭക്തരോട്? കട്ട് മുടിച്ചില്ലേ? ആ കട്ട് മുടിച്ച ആൾക്കാരല്ലേ ജയിലിൽ കിടക്കുന്നത്? മുടിച്ചിട്ട് എന്നിട്ട് പറയും പണം എടുക്കട്ടെ, ഞങ്ങൾ എന്നിട്ട് നോക്കാം. എന്തും കുന്തം നോക്കും, നിങ്ങൾ ചുക്കും നോക്കില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ കാര്യം നടപടിയെടുക്കുകയും അവർ നീക്കി നിർത്തുകയും ചെയ്യാനുള്ള മിനിമം മര്യാദ കേരളത്തോട് കാണിക്കുന്ന മര്യാദയാണ്. അത് നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പേടിയാണ്. നിങ്ങളുടെ അസ്ഥിയിൽ പേടിയുണ്ട്. കാര്യം അവർ പുറത്തുവിടാൻ പോണ പല കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ശബരിമല വിപര്യം മാത്രമല്ല, അവിടെ നിന്ന കൊള്ള, ഈ കൊള്ളയിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുണ്ട്. സത്യം പറയണമെങ്കിൽ ശിവപ്രസാദ് പറയാനുള്ള അവസരം ഇവരുണ്ടാക്കി കൊടുത്തു. അതായത് BJPക്ക് പറയാനുള്ള അവസരം. കാര്യം രാഷ്ട്രീയ പാർട്ടികൾ നശിപ്പിക്കുകയാണ് ദേവസ്വം ബോർഡിൽ നിന്ന് BJPയുടെ നിരന്തരമായിട്ടുള്ള സംഘപരിവാറിന കാര്യത്തിന് സാധൂകരിക്കുന്നതിൽ കൊള്ള നടത്തി നിങ്ങൾ രണ്ടുപേരും. കാര്യം രണ്ടുപേരും അങ്ങ് പരസ്പരം ആരോപിക്കുകയാണല്ലോ. പക്ഷേ ഭാഗ്യവശാൽ എന്തുണ്ടായി? കാര്യം മഹാചാര്യന്മാർ, തന്ത്രി, അതുപോലെ പോറ്റി, വിശുദ്ധന്മാർ തന്നെയാണ് കളവ് നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആ പഴയ പോലെ ഭക്തന്മാർ വിശുദ്ധന്മാരും ഭക്തി നിരീശ്വരവാദികളും വിശ്വാസമില്ലാത്ത ആൾക്കാരും അവിടെ പോയി ഒന്നും ചെയ്യുക. ആ ഒരു ധാരണ എന്തായാലും പോയി കിട്ടിയതെന്നായി. കാര്യം അവിടെ കവർച്ചയെടുത്ത് അതിൻ്റെ ഉള്ള കവർച്ചയെടുത്ത് അവിടെ ശബരിമല ആസ്ഥാനത്ത് വിശുദ്ധമായ സ്ഥലത്ത് എല്ലാവിധ പണിയൊപ്പിച്ചതും ഈ പറഞ്ഞ മഹാമാരും മഹാരഥന്മാരും വിശ്വാസത്തിൻ്റെ ഉത്തമ ശൃംഖലയിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇനിയിപ്പോൾ നിരീശ്വരവാദത്തിന് നേർക്ക് ആർക്കും വരാൻ സാധ്യതയില്ല. അത്രയും മതവിശ്വാസരഹിതരായ ആളുകൾക്ക് ഇനി മെക്കെട്ട് വരില്ല എന്നൊക്കെയുണ്ട്. പക്ഷേ സംഭവിച്ചാണ് ഇവിടെ ഇത്രയേ ഉള്ളൂ. പി കെ ഗോപൻ എന്താ പറയുന്നത്? പി കെ ഗോപൻ കോൺഗ്രസ്സുകാർക്ക് ഇനി വാദം ഉന്നയിക്കുക പ്രയാർ ഗോപാലകൃഷ്ണൻ മുതൽ. അതായത് നിങ്ങൾ പണ്ടേ പോറ്റിയെ കയറ്റി പോറ്റി ഇവർക്ക് മാറ്റായിരുന്നില്ലേ? പോറ്റിയെ ഇവർ പിന്നെ ഉണ്ടൊഴുകിയിരിക്കുകയായിരുന്നു. സത്യം ഞാൻ ചോദിക്കുകയാണ്, ഇവരെന്താ ചെയ്തിരുന്നത് അവിടെ? ഈ കടകംപള്ളിയും ഈ പറഞ്ഞ ഈ ഒരുപാട് എന്താണ് ഇവർ രാജഗോപാൽ, പത്മകുമാർ തുടങ്ങി വലിയ വലിയ ആൾക്കാരോട് ഇന്നല്ലോ മഹാരഥന്മാർ CPM നേതാക്കൾ അവിടെ പോയി അവിടെ കൊണ്ട് അണിനിരത്തിയിരുന്നല്ലോ. നിങ്ങളെ വാസു നവോത്ഥാനം, ഈ നവോത്ഥാന സമയത്ത് ഈ പോറ്റിയെ മാറ്റായിരുന്നില്ലേ? നവോത്ഥാനത്തിൻ്റെ സമയത്ത് പോറ്റിയെ മാറ്റായിരുന്നില്ല. അപ്പോൾ അവർ ചുക്കും ചെയ്തില്ല. അപ്പോൾ അവരെ പോറ്റി നല്ലൊരു സ്രോതസ്സാണെന്നും തങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള മുതലെടുപ്പിനെ പറ്റിയ സ്രോതസ്സായതുകൊണ്ട് അയാളെ സൂചിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ ചുക്കും ചെയ്തിട്ടില്ല. നിങ്ങൾ പോറ്റിയോടെ വാഴ്ത്തി, ഇവരവിടെ കയറ്റിയെങ്കിൽ നിങ്ങൾ പോറ്റിയെ വാഴ്ത്തി, മറ്റേ ആൾക്കാർ പോറ്റിയെ കയറ്റി. അപ്പോൾ ഇനി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ചോളം SITക്ക് അന്വേഷിക്കാവുന്നതാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് ഒരു നല്ല ഭക്തനായ ഒരാളെ മന്ത്രി കാണാൻ പോയി എന്ന രീതിയിലാണ്. ഈ കേരളത്തിലെ നല്ല ഭക്തന്മാരെയൊക്കെ പോയി കാണുന്ന ആളാണോ മന്ത്രി? അതെ, എന്നാൽ കേരളത്തിലെ ഒരുപാട് ഭക്തന്മാരെ പോയി കാണാലോ. എത്ര പേരുണ്ട്? ഈ ശബരിമല വരുന്നതന്നെ ഭക്തന്മാരാണല്ലോ നിറച്ചും. ഈ പോറ്റിയാണോ മഹാഭക്തൻ? അതന്നെയാണ് ആ പറഞ്ഞതിൽ തന്നെ ആ കടകംപള്ളിയുടെ ഒരു തൽ സ്വഭാവം കാണാൻ പറ്റും. ഇങ്ങനെയാണോ ഭക്തൻ? ഈ കളവ് നടത്തി ഇങ്ങനെ എന്ത് ഭക്തനെ കാണാൻ പോയി ഇത്ര എന്നുള്ളത്. അവിടെ വരുന്ന ശബരിമല വരുന്ന സാധാരണക്കാരാണ് ഭക്തന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ മന്ത്രിക്കില്ലേ, മുൻ മന്ത്രിക്കില്ലേ, ഈ പറഞ്ഞ CPM നേതാക്കൾക്കില്ലേ? അപ്പോൾ ഇയാൾ ഭക്തനൊന്നല്ല, അയാൾ കളവ് നടത്തിയൊരു കവർച്ചക്കാരൻ, അല്ലെങ്കിൽ കവർച്ചയ്ക്ക് കൂട്ടുന്ന ഒരാൾ. ഒരു ഭക്തി ഉണ്ടെങ്കിൽ പണി ചെയ്യില്ലല്ലോ. കാര്യം അത് വിശുദ്ധമായ സ്ഥലമാണെന്ന് ഈ പണിക്ക് ചെയ്യില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റിസ് എ ബദറുദ്ദീൻ കേരളത്തിന് വേണ്ടി സംസാരിച്ചത്. നമ്മൾ തന്ത്രിയും പോറ്റിയും കടകംപള്ളിയും പ്രയാർഘോഷം മരിച്ചു ഇവരൊക്കെ തന്നെ പറയുമ്പോൾ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ജസ്റ്റിസ് ബദറുദ്ദീനും കോടതിയുണ്ട്. SIT അതുപോലെ തന്നെ മറ്റേ ഡിവിഷൻ ബെഞ്ചും ഉണ്ട് അന്വേഷിക്കുന്നത്. അവരില്ല എന്തായാലും സ്ഥിതി ഇവർ അട്ടിമറിക്കില്ലേ? അട്ടിമറിച്ച് ആരും അറിയില്ല. പത്മകുമാരൊക്കെ എപ്പോഴും കൂടായി നടക്കുന്നുണ്ട്. ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടാവും.